ഇന്ന് ഭക്തരുടെയും വിശ്വാസത്തിന് മുമ്പിൽ വലിയൊരു കീറാമുട്ടിയായിട്ട് നിൽക്കുക സ്ത്രീ പ്രവേശനം. അതെ, അതിനും കൂടെ അങ്ങൊരു പരിഹാരം പറയാമോ? എന്താണ് സംഭവം? അത് വളരെ സിമ്പിളാണ്. ബ്രഹ്മശക്തിയെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹരനും ഹരിയും ചേർന്ന് ഈ ബ്രഹ്മശക്തിയെ ചരിക്കുന്ന ജീവലോകത്തെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് പാർവതിയെ അവിടെ പീഠത്തിൽ ലോകമാതാവായിട്ട് പ്രതിഷ്ഠിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹരനും ഹരിയും മാത്രം മതി. അവിടെ ഹരനും ഹരിയും ചേർന്നാലാണ് പരിഹാരം. അവിടെ രജോ ഗുണത്തിന് ഒരു സ്ഥാനവുമില്ല. സത്വഗുണത്തിനും തമോ ഗുണത്തിനും മാത്രമാണ് അവിടെ സ്ഥാനം. സസ്യലോകത്തിൻ്റെ സത്വഗുണത്തിനും മണ്ണിന് തമോ ഗുണത്തിനും മാത്രമാണ് അവിടെ സ്ഥാനം. അവിടെ ശാസ്ത്രവിധി എന്താണെന്ന് വെച്ചാൽ മാതൃലോകത്തിൻ്റെ ഉദര സംബന്ധമായിട്ടുള്ള അസുഖത്തിന് വേണ്ടിയിട്ടാണ്, ഭ്രൂണഹത്യാ സാധ്യത ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഭ്രൂണത്തെ പുതിയ ജീവനെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രയുദ്ധത്തിന് വേണ്ടിയിട്ടാണ് അയ്യപ്പൻ വനത്തിലേക്ക് വന്നത്. ആ വനത്തെ 18 പൂങ്കാവനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ശാസ്ത്രയുദ്ധത്തിലേക്ക് അയ്യപ്പൻ വന്നത്. അപ്പോൾ ആസുരികമായിരിക്കുന്ന ശൂരപത്മാവ് എന്ന് പറയുന്ന സൂര്യതാപത്തെ ഹനിച്ചുകൊണ്ട് മഹിഷിയെ, അതായത് സസ്യലോകത്തെ തിന്നൊടുക്കുന്ന ജന്തുലോകത്തെ എല്ലാം അവിടെ നിന്ന് അപ്രത്യക്ഷമാക്കിക്കൊണ്ട് അവിടെ പമ്പ കടക്കാതെ സസ്യലോകത്തെ വന്യമായിരിക്കുന്ന ജന്തുക്കളെ മഹിഷിയെ പോലും വധിച്ചത് അങ്ങനെയാണ്. അതെ, മഹിഷിയെ അവിടുന്ന് മറച്ച് അവിടെ വനത്തെ സംരക്ഷിച്ചുകൊണ്ട് ആ മണ്ണിനെ അഴുതയിൽ മുങ്ങി കല്ലെടുത്ത് കല്ലിടാങ്കുന്നിൽ കല്ലിട്ട് ആ വനത്തിൻ്റെ ഉയരം ഒരു കാരണവശാലും താഴ്ന്നു പോകാതെ ഉയർത്തി നിർത്തിക്കൊണ്ട് വന്യമായിരിക്കുന്ന സസ്യപ്രകൃതിയാൽ ആകാശവീതിയിലേക്ക് മേഘവീതിയിലേക്ക് മഹാവൃക്ഷ പ്രകൃതിയുടെ ഹൈറ്റ് ഉയർത്തിക്കൊണ്ട് ഹൈഡ്രജൻ ചോർച്ചയുടെ പഴുതടക്കുന്ന ശാസ്ത്രവിധിക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേത്രമാകയാൽ അവിടെ മാതൃലോകത്തിനല്ല ആ സ്ഥാനം. മാതൃലോകത്തിന് വേണ്ടിയിട്ടാണ്, മാതൃലോകത്തിൻ്റെ ഉദര സംബന്ധമായിട്ടുള്ള അസുഖത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ശബരിമല. അതായത് അയ്യപ്പൻ്റെ ചരിത്രം നോക്കിയാൽ മനസ്സിലാവും, മണികണ്ഠ ചരിത്രം നോക്കിയാൽ മനസ്സിലാവും. അമ്മയുടെ, അതായത് മാതൃലോകത്തിൻ്റെ ഉദര സംബന്ധമായിട്ടുള്ള അസുഖത്തിന് പരിഹാരാർത്ഥമാണ് പുലിപ്പാൽ എന്ന് പറയുന്ന പ്രയോഗം വരുന്നത്. പുലിയുടെ വംശത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് വന്യമായിരിക്കുന്ന വനത്തെ സംരക്ഷിച്ചുകൊണ്ട് ആ വനത്തെ എങ്ങനെ ആകാശവീതിയിലേക്ക് ഉയർത്തി മേഘവീതിയിലേക്ക് ഉയർത്തി മഴയെ പെയ്യിച്ചുകൊണ്ട് ശബരനായിരിക്കുന്ന ശിവനിൽ ശബരിയെ ചേർത്ത് വയ്ക്കാം, മണ്ണിലേക്ക് ജലത്തെ ചേർത്ത് വയ്ക്കാം, എങ്ങനെ ജീവനെ ജനിപ്പിക്കാം. ജീവൻ ജനിച്ച ജീവകുംഭ സംഭവസ്ഥാനമാണ് ശബരിപീഠം. ഈ പുലിപ്പാലം എന്ന് പറയുമ്പോൾ ഭയങ്കരമായ അർത്ഥതലം ഉണ്ടല്ലേ? അതെ, സ്ത്രീജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, മാതൃലോകത്തിന് വേണ്ടിയിട്ടാണ്, രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ശബരിമലയിൽ ഈ ശാസ്ത്രയുദ്ധത്തിന് പോകുന്നതെങ്കിൽ രജസ്വലകളല്ലാത്തവർക്കാണ് പോകേണ്ടത്. അല്ല, മണികണ്ഠനും എന്ന് പറയുന്ന ആ ഐതിഹ്യത്തിലും അമ്മയുടെ ഉദരരോഗത്തിന് അമ്മയെ കൊണ്ടുപോയില്ലല്ലോ. ഇല്ല, അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ശാസ്ത്രയുദ്ധം. രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്, മാതൃലോകത്തിന്റെ ഉദര സംബന്ധമായിട്ടുള്ള രോഗത്തിന് വേണ്ടിയിട്ടാണ്. ഭ്രൂണഹത്യാ സാധ്യതകളുള്ള ഒരു കാലത്താണ് ശൂരപത്മാവ് എന്ന് പറയുന്ന സൂര്യതാപത്തെ അകറ്റുവാനായിട്ട് ശബരിമലയിലേക്ക് പോന്നിരിക്കുന്നതെങ്കിൽ ആ ശാസ്ത്രയുദ്ധത്തിന് തന്നെയാണ്, ശാസ്താവിൻ്റെ ആ സംരക്ഷിതാവിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ആ ശാസ്ത്രയുദ്ധത്തിനായിട്ട് പോകുന്നതെങ്കിൽ ആ അറിവിനെ വേണ്ടിയിട്ടാണ്, സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആ ശാസ്താവിൻ്റെ ശ്രീധർമ്മശാസ്ത്രത്തിൻ്റെ പീഠത്തിലേക്ക് പോകുന്നതെങ്കിൽ ഈ മാതൃലോകത്തെ അവിടെ ആ ശാസ്ത്രയുദ്ധത്തിൽ പങ്കെടുപ്പിക്കാതെ ആ രജസ്വലകളായിട്ടുള്ള സ്ത്രീകളെ വീട്ടിലിരുത്തിയിട്ട് ശാസ്ത്രത്തിൻ്റെ പീഠത്തിൻ്റെ മുന്നിൽ അവരെ ഇരുത്തിയിട്ട് ശാസ്ത്രയുദ്ധത്തിനായിട്ട് നമ്മളിവിടെ വരേണ്ടത്. അപ്പോൾ ഈ ശബരിമല പ്രതിഷ്ഠിച്ച് പരശുരാമനാണെന്ന് പറയുന്നുണ്ടല്ലോ. അതെ, അത് ത്രേതായുഗത്തിൽ സംഭവമല്ലേ? ത്രേതായുഗത്തിലാണ്. അത് കഴിഞ്ഞിട്ട് 8,69,328 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അത് ശ്രീധർമ്മ ശാസ്ത്രമാണോ ശ്രീരാമ സിദ്ധാന്തമാണോ? എന്താണ് സംഭവം? അത് ആര്യ സിദ്ധാന്തമാണ്, ശ്രീധർമ്മശാസ്ത്രമാണ്. ഈ ശ്രീരാമ സിദ്ധാന്തം, ശ്രീധർമ്മ സിദ്ധാന്തം ഈ പരശുരാമൻ എവിടെ നിന്ന് കിട്ടി? അത് ശ്രീരാമൻ്റെ ആ സിദ്ധാന്തത്താലാണ് പരശുരാമൻ ആയുധം താഴെ വയ്ക്കുന്നത്. അപ്പോൾ ആ മൃത്യുശാസ്ത്ര സിദ്ധാന്തത്തെ ആധ്യാത്മികതയുടെയും ആദിഭൗതികതയുടെയും ആദിജൈവികതയുടെയും ത്രയംബകത്തെ കുലച്ചൊടിച്ച ശ്രീരാമ സിദ്ധാന്തത്തെ ശ്രവിച്ച് അതിൽ നിന്നും സ്വന്തം ആയുധം താഴെ വെച്ച് യുദ്ധ വിചാരത്തിൽ നിന്നും വേദവിചാരത്തിലേക്ക്, ധനുസിൻ്റെ ലോകത്തു നിന്നും ധാന്യത്തിൻ്റെ ലോകത്തിലേക്ക് മനന വേഗത്താൽ ലോകം പരിവർത്തനപ്പെട്ടപ്പോൾ ഏറ്റവും ആദ്യം പരിവർത്തനപ്പെടുകയും ശ്രീരാമൻ ആഗ്രഹിച്ച ആ ശാസ്ത്രലോകം
യാഥാർത്ഥ്യമാക്കുകയും ചെയ്തത് പരശുരാമനാണ്. പരശുരാമന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണോ ഈ ശ്രീധർമ്മശാസ്ത്രത്തിൽ പ്രതിഷ്ഠ എന്ന് പറയുന്നത്, ശാസ്താവിന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഈ ഭാർഗവ നിലയം സൃഷ്ടിച്ചപ്പോൾ 5 ശാസ്താക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. ആ 5 ശാസ്താക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന സമയത്തും ഈ പരശുരാമൻ ഈ കേരളത്തെ ഭാർഗവ നിലയമായിട്ടുള്ള ക്ഷേത്രഭൂമിയായിട്ട് ആരണ്യകത്തിൽ വന്ന് ഇത് ചെയ്യുന്ന സമയത്തും ഇവിടെ ഊഷരഭൂമിയായിരുന്നു. ഈ ഊഷരഭൂമിയിൽ മഴ ലഭ്യമല്ലാതിരുന്ന ഇരുദേശത്തും, അതായത് പശ്ചിമഘട്ടത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും മഴയില്ലാതിരുന്ന ഒരു ദേശത്ത് ആ മഴയെ പെയ്യിക്കുന്നതിനുള്ള ശാസ്ത്രവിധി കണ്ടെത്തിയ ആ പരശുരാമനാണ് ഈ ക്ഷേത്രവിധിയെ ചെയ്തത്. അത് എങ്ങനെയാണ് പരശുരാമൻ ആ ക്ഷേത്രവിധിയെ ചെയ്ത് ഈ ശാസ്ത്ര പരിഹാരാർത്ഥം ചെയ്തു വെച്ചത് എന്ന് ചോദിച്ചാൽ, വിശ്വാമിത്ര മഹർഷിയുമായിട്ട് ശ്രീരാമചന്ദ്രൻ ആ പ്രയാഗിൽ മഴയെ പെയ്യിച്ച ആ ശാസ്ത്ര വൈഭവത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നൊരുക്കമായിട്ട് വീണ്ടും അണിയിച്ചൊരുക്കിയതാണ് ഈ ശബരിപീഠം. ശബരിമല. ഈ ശബരിമല എന്ന് പേര് വരാൻ കാരണം ശബരി പാർവതിയാണ്, ശബരൻ ശിവനാണ്. ശബരൻ ശിവനാണ്, ബദരീനാഥൻ വിഷ്ണുവാണ്. അപ്പോൾ ഈ ബദരീനാഥന്റെ വൈഭവത്താലാണ് ഈ ശബരനിൽ ശബരിയെ ചേർത്ത് വയ്ക്കുന്നത്. ആ ലോകത്തിലെ ഏറ്റവും വലിയ ജലത്തിൻ്റെ പീഠം, ലോകത്തെ എവിടെയെങ്കിലും ജലത്തിൻ്റെ പീഠമായിട്ട് പ്രതിഷ്ഠിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ശബ്ദത്തെ ജനിപ്പിക്കുന്ന ശബരം എന്ന് പറയുന്നത് ശബരിമലയിലാണ്. ആ ശബ്ദത്തിൻ്റെ പീഠം, ആ ശബരിയുടെ പീഠമാണ്, ആ ജലത്തിൻ്റെ പീഠമാണ് ശബരിമല. ശാസ്താവിന്റെ മല എന്നോ അയ്യപ്പ മല എന്നൊന്നും അല്ലല്ലോ പേര്. ശബരിയുടെ മലയാണ്. ശബരി പാർവതിയാണ്, ശബരി പാർവതിയാണ്. അപ്പോൾ ഹിമാലയം കഴിഞ്ഞാൽ, ഹിമയുടെ ആലയമായിരിക്കുന്ന ഹിമാലയം കഴിഞ്ഞു പാർവതിയുടെ വീട്, സ്വന്തം വീടെന്ന് പറയുന്നത് ഹിമാലയമാണെങ്കിൽ തന്നെ അത് കഴിഞ്ഞിട്ട് പാർവതിയെ എവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ പ്രതിഷ്ഠ ശബരിപീഠത്തിലാണ്. അതുകൊണ്ടാണ് ആരവിടെ വന്ന് താമസിച്ചാലും, എത്ര വലിയ ക്ഷേത്ര സംവിധാനം അവിടെ വന്നാലും ശബരിമല എന്ന് മാത്രമേ അറിയുള്ളൂ. ശബരിയുടെ മലയാണ്. അവിടെ ആര് ചെന്ന് താമസിച്ചാലും അവരുടെ എല്ലാം പേര് ശബരി എന്നായിരിക്കും. അതാണ് ശരിക്കും മാളികപ്പുറത്തമ്മ. അതെ, ആ പ്രതിഷ്ഠ. അത് ലോകമാതാവ്. ആ ലോകമാതാവ് പാർവതിയാണ്. ആ പാർവതിയുടെ മായ മാത്രമാണ് നമ്മൾ. ആ പാർവതി ജലമാണ്. ശബരി മോക്ഷം എന്ന് പറയുന്നത് അത്